ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണീയം ദശകം 41. പൂതന ശരീരദഹനവും കൃഷ്ണലാളനാഹ്ലാദവും. ശ്ലോകം 6. ദിനേ ദിനേത പ്രതിവൃദ്ധലക്ഷ്മീരക്ഷീണമാംഗല്യശതോ വ്രജോയം ഭവന്നിവാസാദി വാസുദേവ പ്രമോദസാന്ദ്ര പരിതോ വിരേചേ. പദം ദിനേ ദിനേ അത പ്രതിവൃദ്ധ ലക്ഷ്മീഃ അക്ഷീണ മാംഗല്യശതഃ വ്രജ അയം ഭവത് നിവാസാത് ഐ വാസുദേവ പ്രമോദ സാന്ദ്രഃ പരിതഃ വിരേജേ. അർത്ഥം: അങ്ങയുടെ സാന്നിധ്യത്തിൽ പ്രതിദിനം ഐശ്വര്യസമൃദ്ധമായ ആമ്പാടിയിലെ സകല വസ്തുക്കളും മംഗളകരങ്ങളായി പ്രശോഭിച്ചു. ശ്ലോകം 7. ഗൃഹേഷു ദേ കോമളരൂപഃ സാമിതക്കഥാ സങ്കുലിതാ കമന്യഃ വൃത്തേഷു കൃത്യേഷു ഭവന്നിരീക്ഷാ സമാഗതാ പ്രത്യഹമത്യനന്ദൻ. പദം ഗൃഹേഷു തേ കോമളരൂപഹാസമിത കഥാ സങ്കുലിതാഃ കമന്യഃ വൃത്തേഷു കൃത്യേഷു ഭവത് നിരീക്ഷാ സമാഗതാഃ പ്രത്യഹം അത്യനന്ദൻ. അർത്ഥം: മനോഹരികളായ ഗോപികമാർ ഗൃഹകൃത്യങ്ങൾ ചെയ്യുമ്പോൾ പോലും അങ്ങയുടെ കോമളരൂപത്തെയും മന്ദഹാസത്തെയും കുറിച്ച് പരസ്പരം സംസാരിക്കുകയും തങ്ങളുടെ കൃത്യങ്ങൾ കഴിഞ്ഞാലുടൻ അങ്ങയെ വന്ന് കാണുകയും ചെയ്തിരുന്നു. ശ്ലോകം 8. അഹോ കുമാരോ മൈദത്തദൃഷ്ടിസ്മിതം കൃതം മാം പ്രതിവത്സകേന ഏഹേഹി മാമിത്യുപസാര്യവാണി ത്വയീശ കിം കിം ന കൃതം വധൂഭിഃ. പദം അഹോ കുമാരഃ മയി ദത്തദൃഷ്ടി സ്മിതം കൃതം മാം പ്രതി വത്സകേന ഏഹി ഏഹി മാം ഇതി ഉപസാര്യ പാണി ത്വയി ഈശ കിം കിം ന കൃതം വധൂഭിഃ. അർത്ഥം: കുമാരൻ്റെ ദൃഷ്ടികൾ എന്നിലാണ് പതിഞ്ഞിരിക്കുന്നത്. വത്സൻ എന്നെ നോക്കി പുഞ്ചിരിക്കുന്നു എന്നും മറ്റും പറഞ്ഞ് ഗോപികമാർ കൈകൾ നീട്ടി അങ്ങയെ എടുക്കുകയും ചുംബന ആലിംഗനാദി ലീലകൾ ചെയ്യുകയും ചെയ്തത് അവരുടെ ഭാഗ്യം മൂലമാണ്. ശ്ലോകം 9. ഭവദ്ബപുസ്പർശന കൗതുകേന കരാത്കരം ഗോപവധൂജനേന നീതസ്ത്വമാതാമ്ര സരോജമാല വ്യാലംബിലോലംബതുലാമലാസീഃ. പദം ഭവത് വപു സ്പർശന കൗതുകേന കരാത്കരം ഗോപവധൂജനേന നീതത്വം ആതാമ്ര സരോജമാല വ്യാലംബി ലോലംബ തുലാം അലാസീഹി. അർത്ഥം: അങ്ങയുടെ സ്പർശത്തിലുള്ള കൗതുകം മൂലം ഗോപസ്ത്രീകളുടെ കരങ്ങളാൽ മാറി മാറി എടുക്കപ്പെട്ട അങ്ങ് ചെന്താമരപ്പൂക്കളിൽ മാറി മാറി ചെന്ന് പറ്റുന്ന വണ്ടുപോലെ പ്രശോഭിച്ചു. ശ്ലോകം 10. നിവായയന്തി സ്തനമങ്കഗന്ധ്വാം വിലോകയന്തി വദനം ഹസന്തി ദശാം യശോദാ കഥമാം ന ഭേജേ സദാദർശഃ പാഹി ഹരേ ഗദാത്മാം. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പദം നിവായയന്തി സ്തനം അങ്കകം ത്വാം വിലോകയന്തി വദനം ഹസന്തി ദശാം യശോദ കഥമാം ന ഭേജി സ താദൃശ പാകി ഹരേ ഗദാത്മാ. അർത്ഥം: അങ്ങയെ മടിയിലിരുത്തി മുല കുടിപ്പിക്കുമ്പോൾ സന്തോഷ പാരവശ്യം മൂലം അങ്ങയുടെ മുഖത്തുറ്റുനോക്കി പുഞ്ചിരി തൂകുന്ന യശോദ ഏതൊരവസ്ഥയാണ് പ്രാപിക്കാത്തത്? ഹേ ഭഗവൻ, അങ്ങ് എന്നെ രോഗപീഠകളിൽ നിന്നും മുക്തനാക്കണമേ. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം തത്സത്.